സൃഷ്ടാവിന്റെ സ്നേഹത്തിന് വേണ്ടി കണ്ടെത്തുന്നവനാകുന്ന നല്ല പ്രൊഫഷണൽ മേഖലകളിൽ ഇടപെടുന്നവരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് ചേർക്കേണ്ട മിശ്രിതങ്ങളൊന്നും ചേർക്കാതെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ആയിരക്കണക്കിന് ബിൽഡിങ്ങുകളും പൊട്ടിപ്പൊളിയുന്ന പാലങ്ങളും നിർമ്മിക്കപ്പെട്ട ഏതെങ്കിലും രൂപത്തിലുള്ള മനുഷ്യന്റെ ഇടപെടലുകളെ കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണങ്ങളും ഈ കേരളക്കരയിലും ലോകത്തിന്റെ നാനാഭാഗത്തും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, ഒരു യഥാർത്ഥ വിശ്വാസി മനുഷ്യൻ അവൻ ഏറ്റെടുക്കുന്ന ഏത് രംഗത്തും ആ സൃഷ്ടാവിനെ ബോധ്യപ്പെടുത്തി ബോധ്യമുള്ള രൂപത്തിൽ അവന്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. മാസങ്ങൾക്ക് മുൻപ് കേരളക്കരയിൽ നമ്മൾ കേട്ടു, MBBS ഗൈനക്കോളജിയും എടുത്തൊരു ഡോക്ടർ ആശുപത്രിയിൽ ചികിത്സക്ക് വന്ന സാധുവായ ഒരു ആദിവാസി പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ ആ പെൺകുട്ടി പ്രസവിച്ചു പോകുകയും ആ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട പ്രൊഫഷണൽ രംഗത്തിടപെടുന്ന സഹോദരങ്ങളെ, അറിവിനേക്കാൾ തിരിച്ചറിവുണ്ടാകണം. കയറി വരുന്നവരുടെ കണ്ണുകളിൽ ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചുണ്ടുകൾ അറിഞ്ഞവരും അറിയാത്തവരുമായിട്ട് നമുക്കായി പ്രാർത്ഥിക്കാനുണ്ടാവണം. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് എന്റെ തൊട്ടടുത്തുള്ള മഹലിൽ പെട്ടെന്നൊരു മരണം സംഭവിക്കുകയുണ്ടായി. രാത്രി 8:45 മരിച്ച മരണത്തിന്റെ മയ്യത്ത് നമസ്കാരം പിറ്റേന്ന് നേരം വെളുത്ത സുബഹിക്ക് ശേഷം ഇന്ന് തീരുമാനിക്കപ്പെടുകയും ചെയ്തു. പിറ്റേന്ന് നേരം വെളുത്ത സുബഹി നമസ്കാരത്തിന് ആ പള്ളിയിലേക്ക് ചെന്നു നോക്കിയപ്പോ കാസർഗോഡ് കുമ്പള എന്ന പ്രദേശത്തുള്ള ഒരു മനുഷ്യൻ ആ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്തിയിട്ടുണ്ട്. അത്ഭുതത്തോടെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ ഏതെങ്കിലും ബന്ധുവാണോ? എങ്ങനെ ഇത്ര നേരത്തെ താങ്കൾ ഇവിടെ എത്തി? അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചു പറഞ്ഞു, ഞാൻ വിവരമറിയുന്നത് 9:30 മണിക്കാ. 10:45 ട്രെയിനിൽ ഞാനും എന്റെ ഭാര്യയും മംഗലാപുരത്തെ കുമ്പളയിൽ നിന്നും ആ ട്രെയിനിൽ കയറി പുലർച്ചെ 3:10 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് 4:10 ഞങ്ങൾ മന്മണ്ടയിലെ പള്ളിയിലെത്തി. വീണ്ടും ഞാൻ ചോദിച്ചു, ആരാണ് ഈ കിടക്കുന്ന മരിച്ച വ്യക്തി? നിങ്ങളുടെ ബന്ധുവാണോ? ഏതെങ്കിലും അർത്ഥത്തിലുള്ള സുഹൃത്താണോ? ആ സങ്കടത്തോടുകൂടി ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അല്ല, 2022 ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഹജ്ജിന് പോയിരുന്നത്. ഹജ്ജിന്റെ അവസാനത്തെ കർമ്മം ജംറയിൽ കല്ലെറിയുന്ന അന്ന് ആദ്യത്തെ കല്ലേറിന് ഞാൻ ബോധരഹിതനായി വീണു, ക്ഷീണം കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും. അന്ന് എൻ്റെ അരികിലുള്ള ഈ മനുഷ്യൻ ഇടത്തെ കൈ കൊണ്ട് എന്നെ താങ്ങിപ്പിടിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് 16 ദിവസം ഈ മനുഷ്യനായിരുന്നു എന്റെ ആശ്വാസം എന്ന് ആ മനുഷ്യൻ കണ്ണുനീരോടെ പറയുമ്പോൾ, ആ വ്യക്തിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ഞാൻ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാനും അവനും തമ്മിലുള്ള ബന്ധത്തിന് എന്തർത്ഥം എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നിന്നും നാളെ റബ്ബിന്റെ മണ്ണിലേക്ക് തിരിച്ചിറങ്ങി കിടക്കുമ്പോൾ അറിഞ്ഞവരും അറിയാത്തവരുമായ ആയിരങ്ങളുടെ പ്രാർത്ഥന കിട്ടണോ എങ്കിൽ നിങ്ങൾ ഇടപെടുന്ന ഏത് ജോലിയുടെ രംഗത്തും നിങ്ങൾക്ക് സൃഷ്ടാവിനെ ഭയക്കാൻ സാധിക്കണം. ആ സൃഷ്ടാവിനെ ഭയക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുടുംബം ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാനും സാധിക്കണം.